നമസ്കാരം എല്ലാവർക്കും. EDUC മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് പഠിച്ചുകൊണ്ട് എങ്ങനെ ശമ്പളം വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. JRFും SRFും ഫെലോഷിപ്പുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു PGയും കിട്ടും, അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റൈഫൻഡും ഉണ്ടാവും. അപ്പൊ അധികമൊന്നും താമസിക്കുന്നതിന് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമാണ്, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ FBയിലോ നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരാൾക്കോ, അപ്പൊ ഒരു കാണുന്ന അടുത്തൊരാൾക്ക് അതൊരു പ്രയോജനമാവുകയും അയാൾക്കോ അല്ലെ അയാളുടെ കുടുംബത്തിൽ ഒരാൾക്ക് അത് ഗുണകരമാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നത്. അപ്പൊ അധികം ഒന്നും താമസിക്കുന്നില്ല, നമുക്ക് വീഡിയോ നമുക്ക് തുടങ്ങാം. റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതാണ് DRDO. DRDOയിലേക്കാണ് JRF SRFിലേക്കുള്ള ഒരു ഓപ്പണിംഗ് വന്നേക്കുന്നത്. അവിടെ നമുക്ക് പഠിക്കാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ 2 ഇയർ ആണ് JRF എങ്കിൽ 3 ഇയർ ആണ് SRF. അപ്പം 2 വർഷം കൊണ്ട് നമുക്കൊരു PG കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റൈഫൻഡും സാലറിയും ഉണ്ടാകും. അപ്പൊ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളവർക്കുള്ളതാണ് അല്ലെ അവരുടെ ക്രൈറ്റീരിയ അവർ എങ്ങനെയാണ് DRDO വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ 2 വർഷത്തേക്കാണ് JRF വിളിച്ചിരിക്കുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അത് 2 ഇയർ ആണ്. അപ്പൊ SRFനും 3 ഇയർ ആണ് വിളിച്ചിരിക്കുന്നത്, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഇതിനെല്ലാം മാൻഡറ്ററി ആയിട്ട് വേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. BE ഓർ BTech എന്തായാലും ഉറപ്പായിട്ടും വേണം. അതിനോടൊപ്പം തന്നെ അവർക്ക് വാലിഡ് ആയിട്ട് ഗേറ്റിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ അതും, ഇല്ലാത്ത പക്ഷം MTech നിർബന്ധമായിട്ടും വേണം. അപ്പം BE ഓർ BTech ഗേറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഗേറ്റ് ഇല്ല, ഗേറ്റിൽ സ്കോർ കുറവാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള MTech എടുത്തിരിക്കുന്ന ഒരാളെയാണ് അവര് ഈ ഒരു മേഖലയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നത് 31,000 ആണ്, 31,000 രൂപയാണ്. 31,000 റുപ്പീസ് ആണ് ആദ്യം തന്നെ സ്റ്റൈഫൻഡ് DRDO പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ മേഖലയിലുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഏതൊക്കെ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ഉള്ള ഒരു മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്ട് പഠിച്ചവർക്കാണ് JRF അല്ലെങ്കിൽ SRF എന്ന് പറയുന്നത് ഇതുപോലെ ഫെലോഷിപ്പ് വിളിച്ചിരിക്കുന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് പഠിച്ചവർക്ക് ഇതുപോലെ നമ്മൾ പറഞ്ഞ BTech, BE അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഗേറ്റിന്റെ സ്കോർ ഉള്ളവര്, ഇല്ലെങ്കിൽ MTech ചെയ്തവർക്ക് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അടുത്തതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ആണ്. BEക്ക് BTech പഠിച്ചിരിക്കണം, അതിൽ ഗേറ്റിൽ മാർക്ക് സ്കോർ ഉണ്ടെങ്കിൽ അത്, ഇല്ലാത്ത പക്ഷം MTech പഠിച്ചവർക്ക് ഇതിലേക്ക് പോകാൻ സാധിക്കും. ഇനി അടുത്തൊരു സബ്ജക്ട് പഠിച്ചവർക്ക് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും സെയിം പ്രൊസീജിയർ നമ്മൾ പറഞ്ഞതുപോലെ BTech ഉണ്ടാവണം, ഗേറ്റിന്റെ സ്കോർ ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ MTech എടുത്തിരിക്കണം. ഇനി അടുത്ത മേഖല എന്ന് പറയുന്നത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും BE പഠിച്ചു അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷെ ME ഉള്ളവർക്ക് ഈ ഒരു JRF അല്ലെങ്കിൽ SRF മേഖലയിലേക്ക് അവർക്ക് ഫെലോഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ എളുപ്പം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. കാരണം ഇത്രയും 31,000 എന്ന് പറയുന്ന ഒരു സ്റ്റൈഫൻഡ് മേഖല കിട്ടുന്നുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ഏജ് ആണ്, എത്ര ഏജ് വരെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 28 വയസ്സിനേക്കാൾ കൂടാൻ പാടില്ല. 28 വയസ്സിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് അവിടെ അപ്പൊ ഒരു 2 റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. OBCക്കും SC/STക്കും അവരൊരു വയസ്സിന് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ SC/STയുടെ വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 5 ഇയേഴ്സ്, 5 വർഷം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എനിക്ക് തോന്നുന്നു 28 ആണെങ്കിൽ ഒരു 5 വയസ്സ് വരെ പ്ലസ് ഉണ്ടെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. OBCക്ക് +3 ആണ്, 3 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ ഏത് വെബ്സൈറ്റ് ആണെന്നുള്ളതാണ് ഞാൻ ഇനി പറഞ്ഞു തരുന്നത് നമുക്ക്. കാരണം ജൂലൈ 9th വരെ മാത്രമേ ഉള്ളൂ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. DRDO.gov.in, അതിന്റെ നമ്മുടെ DRDO ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് PDF-ലാക്കിയിട്ട് വേണം ഇവർക്ക് മെയിൽ അയച്ചു കൊടുക്കാൻ. ഇനി ആ ഒരു മെയിൽ അഡ്രസ് കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. HRD.ITR.DRDO.in ഈ ഒരു മെയിലിലേക്ക് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ PDF കോപ്പി നിങ്ങൾ സിംഗിൾ PDF കോപ്പി വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവർക്ക് മെയിൽ അയച്ചു കൊടുക്കേണ്ടത്. അപ്പം എവിടെ നിന്നാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. DRDO.gov
gov.in അതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിന് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജൂലൈ 9 വരെ ഉള്ളൂ ഇതിന്റെ ഒരു ഡേറ്റ് എന്ന് പറയാൻ. അതിന് മുമ്പ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ ഇത് എന്റെ ചാനൽ ആദ്യമാണ്, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.